ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പം ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു മെയിൻ വീഡിയോ ആണ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആളുകളെയും ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. അവർ ഇൻട്രാഡേയും ഓപ്ഷനും ഒക്കെ ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ നഷ്ടമാകുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പുതിയ ആളുകൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് വരുമ്പോൾ അവർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടു, അവരുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ അവരാരും ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് ഇവർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുണ്ട് ഇൻട്രാഡേ. സ്റ്റോക്ക് രാവിലെ വാങ്ങി ഉച്ചയ്ക്ക് വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇൻട്രാഡേ. ഇവത്തിലും കൂടുതൽ നഷ്ടം വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ലാഭമുണ്ട് എങ്കിൽ പോലും നഷ്ടം വളരെ കൂടുതലാണ് ഇതിൽ. രണ്ടാണ് ഓപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ്റെ അകത്ത് തന്നെ ഫ്യൂച്ചേഴ്സും ഉണ്ട്. ഓപ്ഷൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ചിന്തിച്ചാൽ മതി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വളരെ കൂടുതൽ ആളുകൾക്ക് പൈസ സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സംഭവമുണ്ട്, സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ട് നഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. അതിന് മെയിൻ കാരണം ഈ വാങ്ങിച്ചു വെക്കുന്ന സ്റ്റോക്കുകളുടെ ഒന്നും ഇതുവരെ അവർ ബാലൻസ് ഷീറ്റ് നോക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ആ കമ്പനിയെ പറ്റി പഠിക്കാനും താല്പര്യമില്ല. എവിടുന്നെങ്കിലും ഒരു യൂട്യൂബിലോ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് ഒരു കമ്പനിയുടെ പേര് കിട്ടും, അത് ഉടനെ പോയി അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്ന സംഭവം. എല്ലാവരും പ്രോഫിറ്റിനെ പറ്റി പറയാറുണ്ട്, മാർക്കറ്റിനെ പറ്റി. ഓക്കെ, പക്ഷെ നഷ്ടങ്ങളെ പറ്റി ആരും പറയാറില്ല. എന്തുകൊണ്ട് അവർക്ക് നഷ്ടം പറ്റി എന്ന് ആരും ഇതുവരെ പല യൂട്യൂബിലും നമ്മൾ കാണാറുണ്ട്, ആരും പ്രോപ്പറായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടം സംഭവിച്ചു എന്ന് കേട്ടാൽ ഉടനെ തന്നെ ഈ 3 കാര്യം അവരോട് ചോദിക്കണം. നിങ്ങൾ ഇൻട്രാഡേ ചെയ്തോ? രണ്ടാമത് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തോ? അതും ഇൻട്രാഡേ തന്നെയാണ്. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ? മൂന്നാമത് നിങ്ങൾ വാങ്ങിച്ചു വെച്ച സ്റ്റോക്കുകളെ പറ്റി നിങ്ങൾ അനലൈസ് ചെയ്തിട്ടാണോ സ്റ്റോക്കുകൾ വാങ്ങിയത്? പെനി സ്റ്റോക്കുകളാണോ വാങ്ങിയത്? 5 രൂപയുടെയും 10 രൂപയുടെയൊക്കെ സ്റ്റോക്ക് കിട്ടും. ഇതൊക്കെയാണോ നിങ്ങൾ വാങ്ങിച്ചു വെച്ചത്? ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ചുമ്മാ കേൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ആരും സ്റ്റോക്ക് മാർക്കറ്റ് വരണ്ട, സ്റ്റോക്ക് മാർക്കറ്റ് വന്നാൽ എല്ലാവരുടെയും പൈസ നഷ്ടപ്പെടും എന്നൊരു ചിന്താഗതി എല്ലാവരുടെ മനസ്സിൽ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 കാര്യം മെയിനായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്നൊരു മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ എല്ലാവരും പ്രശ്നം ഇതാണ്, ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും ഷോർട്ട് ടൈം ആയിട്ട് കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്യുന്നൊരു മെത്തേഡായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. നല്ല കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ നോക്കിയിട്ട് ആ കമ്പനിയിൽ നമുക്ക് ഷെയറുകൾ വാങ്ങിച്ചു വെക്കാം. ഓക്കെ, 2 മ്യൂച്വൽ ഫണ്ട് ചെയ്യാം, നമുക്ക് SIP ആയിട്ട് ചെയ്യാം, അതും ലോങ് ടൈം. എപ്പോഴും ഒരു ലോങ് ടൈം വെച്ചാൽ ഒരു 10 to 20 ഇയർ എങ്കിലും മിനിമം ചെയ്യണം. എന്നാലേ ഉള്ളൂ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 ഇപ്പം പുതിയതായിട്ടുണ്ട്, ETF-കളുണ്ട്. അതിൻ്റെ ഗോൾഡ് ETF ഉണ്ട്. ഇനി സെക്ടറായിട്ട് ITO, ഫാർമയോ, FMCGയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയാണോ നിങ്ങൾക്ക് ETF-കൾ തിരഞ്ഞെടുത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നല്ല ഒരു മെത്തേഡുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ ഈ പെട്ടെന്ന് പൈസക്കാരനാകാൻ വേണ്ടി വളരെ കൂടുതൽ ആളുകളും ഈ മറ്റുള്ള രീതികൾ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള രീതികൾ ചെയ്ത് അവർ പൈസ നഷ്ടപ്പെടുത്തി പിന്നെ എല്ലാവരോടും പറയുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് പൈസ പോയി, ഓക്കെ എന്നേ പറയാറുള്ളൂ. പക്ഷേ സത്യാവസ്ഥ എന്താണ്, അവരും പുറത്ത് പറയുന്നില്ല, ഈ കേൾക്കുന്നവരും ചോദിക്കുന്നില്ല എവിടേക്കാണ് കൊണ്ട് പൈസ കളഞ്ഞതെന്ന് ചോദിക്കാറില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോയോ, ഓക്കെ, ആ ഒരൊറ്റ ഡീറ്റെയിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ്, ഇനി അടുത്ത നമ്മുടെ ഒരു ജനറേഷൻ പോലും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ETF-കൾ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അവർ പേടിച്ചു പോകും. അവർ വിചാരിക്കുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് വന്നാൽ പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരുടെങ്കിലും ഇതോടെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെട്ടത് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് അവരോട് പറയുക. എനിക്ക് ഈ ഒരു ഫീൽഡ് വഴിയാണ് പൈസ നഷ്ടപ്പെട്ടത്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെട്ടതെന്ന് പ്രോപ്പറായിട്ട് പറയണം. അല്ലെങ്കിൽ ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കും. നമ്മുടെ നേരത്തെ ജനറേഷന് പറ്റിയ അബദ്ധമായിരുന്നു. അവർക്കും പെനി സ്റ്റോക്കുകളൊക്കെ വാങ്ങി ഇൻട്രാഡേ ഒക്കെ ചെയ്ത് ഒത്തിരി നഷ്ടം പറ്റി.
എന്നിട്ട് എന്താണ് മാർക്കറ്റിൽ ഇപ്പം പറയുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് വന്ന എല്ലാം പൈസ പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വന്നാലില്ലേ മുഴുവൻ നഷ്ടമാണ് എന്നാണ് അവരുടെ ചിന്താഗതികൾ. അപ്പോൾ അതൊക്കെ മാറണം, ആ ചിന്താഗതിയൊക്കെ മാറണം ഇനിയിപ്പോൾ. ഓക്കെ, അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കേണ്ട നമ്പറുണ്ട്, ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷനുണ്ട്, ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മാത്രം ചിന്തിക്കുക, ഷോർട്ട് ടൈമായിട്ട് ചിന്തിച്ചിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടരരുത്. ഓക്കെ.